ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിഫ്റ്റിയാണ് ഞാൻ ഇവിടെ നോക്കാൻ ഇരിക്കുന്നത്. ഇന്ന് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 9 ആണ്. ഇപ്പോൾ ടൈം 9:44 ആയിട്ടുണ്ട്. അപ്പം നിഫ്റ്റിയുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിന് മുകളിൽ പോയാലേ അപ് ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ ഒരു ലെവലിന് താഴോട്ട് പോയാൽ നല്ലൊരു പാനിക് സെല്ലിങ് നമുക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം ട്രേഡ് എടുക്കാൻ നിൽക്കാത്തതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ട്രേഡ് എടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടുമെന്നും ഒരു പ്രതീക്ഷയില്ല. നമ്മളെ ടെൻഷൻ അടിപ്പിക്കും. സോ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ എന്തായാലും ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് സപ്പോർട്ടും ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുട്ട് സൈഡിലോട്ട് നോക്കാം. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്പ് സൈഡ് നോക്കാം. ഓക്കെ, അപ്പം എന്തായാലും ട്രേഡൊന്നും ഇതുവരെ ആയിട്ടില്ല. നമ്മുടെ ഈ ക്യാൻഡിൽ നോക്കുമ്പോൾ 1 മിനിറ്റ് ക്യാൻഡിൽ നോക്കുമ്പോൾ തന്നെ അറിയാം. ഇവിടുന്ന് 23,684 23,600 വരെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണം. ഇങ്ങനെ നിൽക്കുകയാണ് ഒരു റേഞ്ചിനകത്ത്. ഈ ഒരു റേഞ്ചിനകത്ത് നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നില്ല. സോ ഇത് ഏതെങ്കിലും ഒന്ന് പ്ലാൻ ആവട്ടെ, എന്നിട്ട് നമുക്ക് അതനുസരിച്ച് ട്രേഡ് എടുക്കാം. അപ്പോൾ ട്രേഡൊക്കെ എടുക്കുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡ് എടുക്കാൻ പോവുകയാണ്. ഇവിടെ EMA സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ബോക്സൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ട്രേഡ് എടുക്കാം. ഇൻ കേസ് അത് നെഗറ്റീവിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കതങ്ങ് ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പം കോൾ സൈഡിലോട്ടുള്ള ട്രേഡ് എടുത്തിട്ടുണ്ട്. 23,650 നിഫ്റ്റിയുടെ 23,650 കോൾ സൈഡിലോട്ടുള്ളത് ട്രേഡ് എടുത്തു. നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാൻഡിൽ പോകുന്നുണ്ട്. താഴോട്ട് നല്ല ക്യാൻഡിലായിരുന്നു. അവിടെ റിജക്ഷൻ വന്നു. നമുക്ക് ആ ഒരു EMA സപ്പോർട്ട് എടുത്ത് മുകളോട്ട് പോയില്ലോ എന്നൊന്ന് നോക്കാം. ഇൻ കേസ് അത് പോയില്ല, താഴോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ട്രേഡ് എടുത്ത പ്രൈസ് എന്ന് പറയുന്നത് ഇവിടാണ് 29.50 ആണ്. ആ ഒരു റേഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു 21 രൂപയൊക്കെ എത്തുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നോക്കാം. അത്ര സെറ്റ് ചെയ്യാം. ഓക്കെ, ടാർഗറ്റ് നമുക്ക് അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ലോസിലാണ്, 240 രൂപ ലോസിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പം നിഫ്റ്റി ആ ഒരു EMA ഒക്കെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ഇൻ കേസ് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് എക്സിറ്റ് ആവാം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോസ് കൂടിയിട്ടുണ്ട്. 500-600 രൂപ റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി എക്സിറ്റ് ചെയ്യാം. അപ്പം ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ നല്ല ലോസ് വരും. ഇപ്പം ആ ഒരു EMA സപ്പോർട്ടൊന്നും എടുക്കുന്നില്ല. അതിനും താഴെയായിട്ട് നിഫ്റ്റി റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും അപ്പ് സൈഡ് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് നമുക്ക് ലോസ് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഡിപ്പ് വരുമ്പം ലോസ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു EMAന്ന് റിജക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മുകളിലോട്ട് ഇനി അപ്സൈഡിലോട്ടൊരു എന്തോന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പം നമുക്ക് ലോസ് ബുക്ക് ചെയ്യാം. ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കുക. ഒരു ചെറിയ ഡിപ്പ് വരുമ്പോൾ നമുക്ക് ലോസ് ബുക്ക് ചെയ്യാം. ഓക്കെ, 551.25 നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു ട്രേഡ് നോക്കാം. ഇപ്പോഴത്തെ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് 3.84 പൈസയാണ്. ലോസ് ബുക്ക് ചെയ്തു. ഇനി അടുത്ത ട്രേഡ് എടുക്കാം. ഓക്കെ, ഞാനൊരു അടുത്ത ട്രേഡൊന്നും എടുത്തായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പുട്ട് സൈഡിലോട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു എടുത്തത്. അപ്പം നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് മുമ്പ് തന്നെ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടി. അതുകൊണ്ട് നല്ലൊരു ഫോൾ അവിടെ വന്നു. കണ്ടോ, ഇവിടെ നിഫ്റ്റി ഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുക്ക് ചെയ്തതിന് ആ ഒരു ലെവലിന് താഴോട്ട് നിഫ്റ്റി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലൊരു പ്രൈസിലോട്ട് വരുമ്പോൾ നമുക്ക് ഇത് എക്സിറ്റ് ആവും. അതായത് നമ്മുടെ ടാർഗറ്റ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് 80 രൂപയാണ്. നമുക്കിത് കിട്ടിയത് ഇത് ഒരു 39-40 രൂപ റേഞ്ചിനകത്താണ് നമുക്ക് പ്രൈസ് റേഞ്ച് കിട്ടിയത്. ഇനി ഒരു
80 രൂപയൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഒരു ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നമുക്ക് 3052 രൂപയാണ് ഇന്നത്തെ പ്രോഫിറ്റ്. 581 രൂപ ലോസ് ഉണ്ടായിരുന്നു, അത് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ എടുത്ത പുട്ട് ട്രേഡിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3600 ചില്ലറയാണ്. 3633 അപ്പം നമ്മൾ ബുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ പ്രൈസ് റേഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എത്തിയ 80 രൂപയായിരുന്നു ടാർഗറ്റ്. നമ്മൾ ബുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്കത് തോന്നി. ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇൻ കേസ് സപ്പോർട്ട് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് പ്രതീക്ഷിക്കുക. ഇനി അതെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡൗൺ സൈഡ് പ്രതീക്ഷിക്കുക. എന്നാലും ഒരുപാടങ്ങ് ഡൗൺ ആവുമെന്നും തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തല്ലോ 80 രൂപ 60 പൈസയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടാർഗറ്റ് ആ ഒരു റേഞ്ചിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ വാങ്ങിച്ചത് 32 രൂപ 15 പൈസയ്ക്കാണ്. കാരണം നമ്മൾ ബുക്ക് ചെയ്തത് ആ ഒരു റേഞ്ചിലാണ്. ആ യെല്ലോ ലൈൻ കണ്ടോ, ഇതിലാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രോഫിറ്റ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.